സമായോജന തന്ത്രങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ചതും മകളായ അന്ന ഫ്രോയിഡ് കൂടുതൽ സംഭാവനകൾ നൽകിയതുമായ ഒരു കൂട്ടം പ്രതിരോധ തന്ത്രമാണ് സമായോജന തന്ത്രങ്ങൾ. എന്താണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ്? ഒരു വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഇണക്കത്തെ സൂചിപ്പിക്കുന്ന സംജ്ഞയാണ് സമായോജനം. എന്താണ് അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്? ഒരു വ്യക്തിയും പ്രകൃതിയും തമ്മിലുള്ള ഇണക്കക്കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു സംജ്ഞയാണ് അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്. അപസമായോജനത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് മോഹഭംഗം, രണ്ട് മാനസിക സംഘർഷം. ഇണക്കക്കുറവ് പരിഹരിച്ച് സമായോജനം നേടിയെടുക്കുന്നതിന് വ്യക്തി സ്വീകരിക്കുന്ന ചില പ്രതിരോധ തന്ത്രങ്ങളെ സമായോജന തന്ത്രം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നു. മോഹഭംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാണ്. മാനസിക സംഘർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തി ഒരു തീരുമാനം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കമാണ് മാനസിക സംഘർഷം. 3 തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കമാണിത്. ഉദാഹരണത്തിന് നമുക്കിഷ്ടപ്പെട്ട 2 ജോലികൾ ലഭിക്കുകയാണ്. അതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു പിരിമുറുക്കം ഉണ്ടാവും. അതിനെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. രണ്ടാമത്തത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇഷ്ടമുള്ള ഒരു കാര്യവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും വരുമ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാവും. അതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് സിനിമയ്ക്ക് പോകണം. സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ കുട്ടീനെ അച്ഛൻ ചീത്ത പറയും. അപ്പോൾ സിനിമയ്ക്ക് പോകണോ അച്ഛൻ്റെ ചീത്ത കേൾക്കണോ? സിനിമയ്ക്ക് പോയാൽ അച്ഛൻ ചീത്ത പറയും, സിനിമയ്ക്ക് പോയിട്ടില്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയില്ല. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കാനും കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇതിലേത് കുട്ടി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതുപോലെ മൂന്നാമത്തെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിനെയാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. ഉദാഹരണം, ഒരു ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ചീത്ത പറയും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിക്കും. ഇത് രണ്ടും കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനൊരു അവസരം വരുമ്പോൾ കുട്ടി തിരഞ്ഞെടുക്കുന്ന ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ പിരിമുറുക്കമാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് കൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി നമുക്ക് സമായോജന തന്ത്രങ്ങൾ പരിചയപ്പെടാം. ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ. നമുക്ക് കുറച്ച് സമായോജന തന്ത്രങ്ങൾ പരിചയപ്പെടാം. ദമനം, റിപ്രഷൻ എന്ന് പറയും. അതേപോലെ തന്നെ സപ്രഷൻ. പ്രക്ഷേപണം, പ്രൊജക്ഷൻ. തദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ. യുക്തീകരണം, റേഷണലൈസേഷൻ. ഉദാത്തീകരണം, സബ്ലിമേഷൻ. അനുപൂരണം, കോമ്പൻസേഷൻ. പശ്ചാത്ഗമനം, റിഗ്രഷൻ. ആക്രമണം, അഗ്രഷൻ. പിൻവാങ്ങൽ, വിത്ഡ്രോവൽ. സ്ഥാനഭംഗം, ഡിസ്പ്ലേസ്മെൻറ്റ്. ഒറ്റപ്പെടൽ, ഐസോലേഷൻ. അൺഡൂയിങ്, ഒന്നും ചെയ്യാതിരിക്കൽ. റിയാക്ഷൻ ഫോർമേഷൻ, പ്രതിപൂർത്തി. അന്തരിത പ്രതിപൂർത്തി. അന്തർക്ഷേപണം. പ്രക്രിയാവിധാനം, വിനിവർത്തനം. പ്രതിഗമനം, വിമർശനം. പരിവർത്തനം, യാഥാർത്ഥ്യ നിഷേധം. അവശതാവാദം, അക്രമാകത്വം. ദിവാസ്വപ്നം, അമ്ലദ്രാക്ഷായുക്തി. സഹാനുഭൂതി. ഈ പറഞ്ഞ 27 എണ്ണം. ഇതിൽ കൂടുതൽ സമായോജന തന്ത്രങ്ങളുണ്ട്. ഈ പറഞ്ഞത് 27 എണ്ണം സമായോജന തന്ത്രങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ചില സമായോജന തന്ത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പ്രതിപൂർത്തി. ഒരു നെഗറ്റീവ് ക്വാളിറ്റി, ഒരു ന്യൂനത ഇല്ലാതാക്കാൻ ക്രമാതീതം പ്രവർത്തിച്ച് ന്യൂനതയെ മറികടക്കാനുള്ള ശ്രമമാണ് പ്രതിപൂർത്തി എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഉദാഹരണം, വലിപ്പം കൂടാൻ ഉയരമുള്ള ഷൂസ് ധരിക്കുക. ഇതിനെയാണ് പ്രതിപൂർത്തി എന്ന് പറയുക. രണ്ടാമത് അന്തരിത പ്രതിപൂർത്തി. ഒരു ന്യൂനത മറ്റൊരു കഴിവിനെ വളർത്തിയെടുത്താൽ ഇതിനെ അന്തരിത പ്രതിപൂർത്തി എന്ന് പറയും. നമ്മുടെ ഒരു കഴിവ് ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു ന്യൂനത കൊണ്ട് നമുക്ക് വേറൊരു മേഖലയിൽ നമ്മൾ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ അതിനെ അന്തരിത പ്രതിപൂർത്തി എന്ന് പറയും. ഇതിനുള്ള ഉദാഹരണം, ശാരീരിക വൈകല്യമുള്ള ഒരാൾ അല്ലെങ്കിൽ വ്യക്തികൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ മേന്മ കൈവരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇത് അന്തരിത പ്രതിപൂർത്തിക്ക് ഉദാഹരണമാണ്. അടുത്തത് യുക്തീകരണം. യഥാർത്ഥ കാരണങ്ങൾക്കു പകരം മറ്റു കാരണങ്ങൾ നൽകി തൻ്റെ പ്രവർത്തികളെ ന്യായീകരിക്കുന്ന പ്രവണത. അതാണ്
യുക്തീകരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പരീക്ഷയിൽ പരാജയപ്പെട്ടത് ക്ലാസ് നേരെ എടുക്കാത്തതാണ് കാരണം, അസുഖമായിരുന്നു തുടങ്ങിയ ന്യായീകരണങ്ങൾ നമ്മൾ പല വ്യക്തികളും കുട്ടികളും നടത്താറുണ്ട്. ഇതൊക്കെ യുക്തീകരണത്തിനുള്ള ഉദാഹരണമാണ്. അടുത്ത സമായോജനം പ്രക്ഷേപണം. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്ന തന്ത്രമാണ് പ്രക്ഷേപണം. അടുത്തത് തദാത്മീകരണം. തദാത്മീകരണം പറഞ്ഞാൽ തൻ്റെ കുറ്റം മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഗുണത്തിലും പ്രശസ്തിയിലും ഭാഗമാകുന്ന പ്രക്രിയയാണ് തദാത്മീകരണം. കളികളിൽ കഴിവില്ലാത്ത ആളുകൾ സ്പോർട്സിൽ കഴിവുള്ള ആളുകളോട് ചങ്ങാത്തം അല്ലെങ്കിൽ കൂട്ടുകൂടുന്നതൊക്കെ തദാത്മീകരണത്തിന് ഉദാഹരണമാണ്. അത് അന്തർക്ഷേപണം. അന്തർക്ഷേപണം എന്ന് പറഞ്ഞാൽ അന്യരിൽ നിന്ന് അവരറിയാതെ തന്നെ ആശയങ്ങൾ സ്വാംശീകരിക്കുന്ന പ്രക്രിയയാണ് അന്തർക്ഷേപണം. ഉദാത്തീകരണം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും തടസ്സം വരുമ്പോൾ ആ വ്യക്തി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവൃത്തിയിൽ അഭയം പ്രാപിക്കുന്ന പ്രക്രിയ. അതായത് ആദ്യത്തെ പ്രവൃത്തിക്ക് തടസ്സം വന്നതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടാവുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വേറൊരു പ്രവൃത്തിയിൽ വേറൊരു പ്രവൃത്തിയിലേക്ക് ആ വ്യക്തി മാറുന്നതിനെയാണ് ഉദാത്തീകരണം എന്ന് പറയുക. ദമനം അഥവാ റിപ്രഷൻ. നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ദമനം എന്ന് പറയുക. ഇത് നമ്മൾ ബോധപൂർവമല്ല ചെയ്യുന്നത്, അബോധപൂർവമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുക. എന്നാൽ സപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമില്ലാത്തൊരു കാര്യം, താല്പര്യമില്ലാത്തൊരു കാര്യം, വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തെ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യാണ്, അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് സപ്രഷൻ. റിപ്രഷനും സപ്രഷനും രണ്ടും രണ്ടാണ്. ദമനത്തിൽ വരുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് റിപ്രഷനും സപ്രഷനും. ബോധപൂർവമായിട്ട് അബോധ മനസ്സിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അത് സപ്രഷൻ. അബോധപൂർവമായിട്ട് നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അത് റിപ്രഷൻ. അടുത്തത് പ്രതിക്രിയാവിധാനം. സ്വാഭാവിക പ്രതികരണത്തിൻ്റെ സ്ഥാനത്ത് വിപരീത പ്രതികരണത്തെ സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് പ്രതിക്രിയാവിധാനം. ഉദാഹരണം, അമ്മയാവാൻ ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീ പ്രസവശേഷം കുട്ടിയെ ആദ്യം വെറുക്കുകയും പിന്നീട് സ്നേഹിക്കുകയും അതിനുശേഷം മാതാവാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാര്യം. ഇത് ഒരു പ്രതിക്രിയാവിധാനത്തിന് ഉദാഹരണമാണ്. വിനിവർത്തനം, വിഡ്രോവൽ എന്ന് പറയും. പരാജയ സന്ദർഭങ്ങളിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പ്രക്രിയയാണ് വിനിവർത്തനം. പ്രതിഗമനം. പ്രതിഗമനം എന്ന് പറഞ്ഞാൽ വിഷമാവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ മുൻപത്തെ വികാസഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ. ഉദാഹരണം, ചെറിയ കുട്ടികൾക്ക് താഴെ ഒരു അനിയനോ അനിയത്തിയോ ജനിച്ചു കഴിഞ്ഞാൽ ആ അനിയത്തിക്കോ അനിയനോ കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ആ കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, കരച്ചിൽ, അതേപോലെ കരയുക, ദേഷ്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ബെഡിൽ കയറി മൂത്രമൊഴിക്കുക, കാരണം ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രക്രിയകൾ. ഇതിനെയാണ് പ്രതിഗമനം എന്ന് പറയുക. അടുത്തത് വിമർശനം. വിമർശനം എന്ന് പറഞ്ഞാൽ തൻ്റെ പോരായ്മയെ ഇല്ലാതാക്കാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക. ഈ ഒരു സമായോജന തന്ത്രമാണ് വിമർശനം എന്ന് പറയുക. അടുത്തത് പരിവർത്തനം. മാനസിക വൈകാരിക പ്രശ്നങ്ങളെ ശാരീരിക പ്രശ്നമായി കണ്ട് പ്രശ്നപരിഹാരം നടത്താൻ ശ്രമിക്കുന്ന ഒരു സമായോജന തന്ത്രമാണ് പരിവർത്തനം. യാഥാർത്ഥ്യ നിഷേധം. വിഷമഘട്ടങ്ങളിൽ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന പ്രവണതയാണ് യാഥാർത്ഥ്യ നിഷേധം. അവശതാവാദം. വിഷമഘട്ടം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവശത നടിക്കുന്ന പ്രവണതയാണ് അവശതാവാദം. ആക്രമണം. ആശാഭംഗം വന്നവരുടെ പ്രതികരണം ആണിത്. കലഹിക്കുക, തല്ലൂടുക ഈ ആക്രമണത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അനുപൂരണം. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമാണിത്. സ്ഥാനഭ്രംശം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വ്യക്തി തൻ്റെ പരാജയഭാരം ലഘൂകരിക്കാൻ മറ്റുള്ളവരുടെ കടുത്ത പ്രതികരണങ്ങൾ നടത്തുന്നതാണ് സ്ഥാനഭ്രംശത്തിന് ഉദാഹരണം. ഉദാഹരണത്തിന്, വീട്ടിൽ തല്ലൂടി വരുന്ന ഒരു കുട്ടി ക്ലാസ്സിലെത്തി മറ്റുള്ള കുട്ടികളോട് കലഹിക്കുന്ന അല്ലെങ്കിൽ തല്ലുകൂടുന്ന ഒരു കാര്യം. വീട്ടിലത്തെ പ്രശ്നം തീർക്കാൻ സ്കൂളിൽ വന്നിട്ട് കുട്ടികൾ കലഹിക്കുക, അതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുക. അത് റിയാക്ഷൻ ഫോർമേഷൻ. അതായത് നമ്മൾ ചിന്തിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഉണ്ടാവും, പക്ഷേ നമ്മളത് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാവും. ഉദാഹരണം, പ്രായമായ ആളുകൾക്ക് മിഠായി തിന്നാൻ ഇഷ്ടമാവും, പക്ഷേ മിഠായി തിന്നുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ തോന്നുകയെന്ന് വിചാരിച്ചിട്ട് മിഠായി തിന്നുന്ന കുട്ടികളെ കാണുമ്പോൾ അവരോട് ദേഷ്യപ്പെടുക.
ഡിനയൽ, ചെയ്തൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു സമായോജന തന്ത്രമാണിത്. അൺഡൂയിങ്, ഒന്നും ചെയ്യാതിരിക്കുക. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമായോജന തന്ത്രം. സമായോജന തന്ത്രവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.